സ്കിപ്പ് ചെയ്യില്ല ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഓൾസോ ഞാൻ കുറേ റീടേക്ക് എടുത്തു, ഒരു 5-8 പ്രാവശ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റീടേക്ക് എടുക്കുന്നില്ല, പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. അതായത് മെയിനായിട്ട് എൻ്റെ ചാനൽ വരുന്നത് സ്റ്റിക്കർ സീരീസും ക്രോഷ്യ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റിന് വെച്ച് ആ വീഡിയോ റിഫ്രഷ് ചെയ്യും. അതൊരു ന്യൂ യൂട്യൂബർക്ക് മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. കാരണം ഓരോ വ്യൂസ് കൂടുന്നതും അത് ആ ഒരു വീഡിയോക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടല്ലോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടി നെക്സ്റ്റ് റിഫ്രഷ് ചെയ്യുമ്പോൾ കുറയുന്നുണ്ട്, അത് കാണുമ്പോൾ സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് 2 സബ്സ്ക്രൈബേഴ്സ് കൂടി. സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഒരു 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് ഒരു സബ്സ്ക്രൈബർ എങ്കിലും കൂടുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് കൂടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കൊള്ളാലോ. അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഞാൻ പിന്നെ റിഫ്രഷ് ചെയ്തപ്പോൾ ആ 2 അങ്ങനെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് വന്ന സങ്കടം, കാര്യം അത്രയും സന്തോഷിച്ചായിരുന്നു ചാനലപ്പോൾ എന്താ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരിത് വന്നു. പക്ഷെ കുറഞ്ഞപ്പോഴേക്കും ഞാൻ ലിറ്ററലി കരഞ്ഞില്ലെന്നുള്ളൂ, അത്രയ്ക്കും അവിടെ വരെ നേരത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്തപ്പോൾ 3 സബ്സ്ക്രൈബർ കൂടി. അപ്പോൾ ഞാൻ വീണ്ടും സന്തോഷിച്ചു. 2 കുറേ പോട്ടെ 3 കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ റിഫ്രഷ് ചെയ്തപ്പോൾ അതിൽ പിന്നെ 2 കുറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ആരെങ്കിലും മനഃപൂർവ്വം 2 പേര് ഇരുന്ന് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതൊരു ബഗ്ഗാണ്, എന്താ എനിക്ക് ഒരു പിടുത്തമില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. എനിക്ക് ഇന്നലെ ഫുൾ ഇത് തന്നെയാണ് കൂടുതൽ കുറയുക, അത് ഈ 2 വെച്ചിട്ട്. അപ്പോൾ ഇത് ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നതുകൊണ്ട് എന്ത് സന്തോഷം ഇത് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്നെ പോലുള്ളവർക്ക് തുടക്കക്കാർക്ക് അതിൻ്റെ സങ്കടവും വേദനയൊക്കെ മനസ്സിലാവും. അപ്പോൾ ദയവ് ഇതാരെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ ഇതൊന്നും നിർത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യണ്ട. അല്ലാണ്ട് ഇത് ചെയ്യുക പിന്നെ കളയുക ചെയ്യുക എന്നെ ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് വന്നത് തന്നെ. ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വന്നത്. അപ്പോൾ അതിന് പറഞ്ഞാൽ നമ്മുടെ പാണ്ടക്കുട്ടനായിട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഈ പാണ്ടയും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ട്, എന്നാലും ഫസ്റ്റ് ടൈം എന്നുള്ള രീതി കുഴപ്പമുണ്ടോ ഇല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒരു സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ബൈ ഗൈസ്.